ഡൽഹി നമ്മുടെ രാജ്യ തലസ്ഥാനം എന്നതിലുപരി ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി. നമുക്കറിയാം, ചെങ്കോട്ടയും ജുമാ മസ്ജിദും രാജ്ഘട്ടും കുത്തബ് മീനാറും ഹുമയൂൺ ടോംബും ലോട്ടസ് ടെമ്പിളും അക്ഷർധാം ടെമ്പിളും ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി വനവും ഒക്കെയുള്ള ഡൽഹി. അതുപോലെ തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര. ഡൽഹി ആഗ്ര കാണാൻ നല്ലൊരു പാക്കേജ് എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഡൽഹി ആഗ്ര നമ്മൾ കുടുംബസമേതമാണെങ്കിലും ശരി, തനിച്ചാണെങ്കിലും ശരി പോകാൻ ഒരു പാക്കേജിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡൽഹിയും ആഗ്രയും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പാക്കേജിൻ്റെയും സഹായമില്ലാതെ നമുക്ക് എങ്ങനെ പോകാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ നിന്നും ധാരാളം ട്രെയിനുകൾ ഡൽഹിയിലേക്കുണ്ട്. എല്ലാ ദിവസവും മംഗള എക്സ്പ്രസും അതുപോലെ കേരള എക്സ്പ്രസും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. തിങ്കൾ ശനി ദിവസങ്ങളിൽ ചണ്ഡീഗഡ് വരെ പോകുന്ന സമ്പർക്രാന്തിയുണ്ട്. ചൊവ്വാഴ്ച സുവർണ ജയന്തിയുണ്ട്. ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ രാജധാനിയുണ്ട്. ഇത് കൂടാതെ ബുധനാഴ്ച അമൃത്സർ എക്സ്പ്രസ് ഉണ്ട്. അതുപോലെ എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ്. അങ്ങനെ 4 ട്രെയിന് ബുധനാഴ്ചയുണ്ട്. വെള്ളിയാഴ്ച ഋഷികേശ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ശനിയാഴ്ച നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതുകൂടാതെ മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഈ വെള്ളിയും ശനി ദിവസങ്ങളും രാജധാനിയോടെയുണ്ട്. ഇത്രയും ട്രെയിനുകൾ നമുക്ക് ഓരോ ആഴ്ചയിലും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. എല്ലാ ട്രെയിനുകളും, പ്രത്യേകിച്ച് രാജധാനി ഒഴികെയുള്ള മറ്റെല്ലാ ട്രെയിനുകളിലും ഏകദേശം 1000 രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജുകൾ. 2500-600 രൂപ തേർഡ് എ സിക്കും, അതുപോലെ 3500-3600 രൂപകൾ ഏകദേശം സെക്കൻഡ് എ സിക്കും ടിക്കറ്റ് ചാർജാണ്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ താമസത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ കേരള ഹൗസ് തന്നെയാണ്. നമ്മൾ എന്താണോ ഡൽഹിയിൽ എത്തുന്ന ദിവസം അതിൻ്റെ മിനിമം 5 ദിവസം മുമ്പെങ്കിലും നമ്മൾ അത് ഓൺലൈനായിട്ട് കേരള ഹൗസ് ബുക്ക് ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് കേരള ഹൗസ് കിട്ടുള്ളൂ. ഡൽഹിയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലക്കും, അതുപോലെ നല്ല കേരളീയ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലക്കും കേരള ഹൗസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതല്ലാതെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് ഡൽഹിയിൽ നിരവധി, നമുക്കറിയാലോ രാജ്യ തലസ്ഥാനമാണ്, നിരവധി ഹോട്ടലുകൾ അവൈലബിൾ ഉണ്ട്. അതിൽ നമുക്ക് റേറ്റ് നോക്കിയിട്ട് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഡൽഹിയിൽ നമുക്ക് കാണേണ്ട എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടെത്താൻ ഏറ്റവും നല്ലത് ഡൽഹി മെട്രോ ആണ്. എന്നാൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഡൽഹി മെട്രോ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് എവിടെ കയറണം എവിടെ ഇറങ്ങണം. കാരണം ഒരുപാട് ലൈനുകൾ ഡൽഹി മെട്രോ ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക ഏരിയയും ഭൂമിക്കടിയിലൂടെയാണ് ഡൽഹി മെട്രോ പോകുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങണം, എവിടെ എവിടുന്ന് കയറണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയം ഉണ്ടാവും. അതിന് ഏറ്റവും നല്ലത് ഡൽഹി മെട്രോയുടെ തന്നെ ആപ്പ് ഉണ്ട്. അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഡൽഹി മെട്രോ ആപ്പ് നോക്കിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ എങ്ങനെ എത്താം എന്ന് ഞാൻ ആപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡൽഹി മെട്രോയുടെ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക. ചില നമുക്ക് കാണാൻ പോകേണ്ട സ്ഥലങ്ങളുടെ അതേ പേരിൽ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ പേര് ഹുമയൂൺ ടോംബ് മെട്രോ സ്റ്റേഷൻ എന്നല്ല. അപ്പോൾ അതുപോലെ റെഡ് ഫോർട്ടിൻ്റെ അടുത്തുള്ള റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ എന്നല്ല. എന്നാൽ കുത്തബ് മീനാർ മെട്രോ സ്റ്റേഷൻ എന്നൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഇറങ്ങേണ്ട മെട്രോ സ്റ്റേഷൻ ഏതാണോ എന്നുള്ളത് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം അത് ഇങ്ങനെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ടു റെഡ് ഫോർട്ട്, നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ മെട്രോ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ അതിനടുത്തുള്ളത് ഒന്ന് ലാൽ കില മെട്രോ സ്റ്റേഷനാണ്, പിന്നെ ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ ഈ 2 സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമുക്ക് റെഡ് ഫോർട്ടിലേക്ക് പോകാം. ഇതേ സ്ഥലത്ത് നമ്മൾ ഹുമയൂൺ ടോംബിലേക്ക് പോകുമ്പോൾ അവിടെ JLN ആണ്, അത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ JLN സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. അപ്പോൾ എന്നാൽ കുത്തബ് മീനാർ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് കുത്തബ് മീനാർ തന്നെയാണ് നമ്മുടെ
മെട്രോ സ്റ്റേഷൻ്റെ പേര്, കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷൻ്റെ പേര് കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ പോകുന്ന സ്ഥലം ഏതാണ് അതൊന്ന് പ്ലാൻ ചെയ്യുക. ആ പോകുന്ന സ്ഥലങ്ങളുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് ആദ്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി നമുക്ക് ഡൽഹി മെട്രോയുടെ ആപ്പിലേക്ക് പോകാം. നമ്മൾ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ, നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ കണ്ടെത്തണം, ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അത് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ കയറേണ്ട സ്റ്റേഷനാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അത് അറിയില്ലെങ്കിൽ അതും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേരള ഹൗസിൽ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകൾ ഒന്ന് പട്ടേൽ ചൗക്കും അതുപോലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റേഷനുമാണ്. അതിൽ കുറച്ചും കൂടി കൂടുതൽ അടുത്തുള്ളത് പട്ടേൽ ചൗക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടേൽ ചൗക്ക് ശരിക്കും നമ്മൾ പ്രോപ്പർ വേല അല്ലാതെ നമ്മൾ നമ്മുടെ കേരള ഹൗസിൻ്റെ അവിടുന്ന് ഒരു ലേശം മാറിയിട്ട് അവിടെ ഗേറ്റ് വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴി കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ പട്ടേൽ ചൗക്ക് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കുന്നതൊക്കെ നമ്മുടെ ഒറിജിനൽ സ്റ്റേഷൻ പട്ടേൽ ചൗക്കായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ നോക്കണം, ഇതാണ് നമ്മുടെ ഡൽഹി മെട്രോൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. ഡൽഹി മെട്രോൻ്റെ ആപ്പ് തുറക്കുക. ഡൽഹി മെട്രോക്ക് നിരവധി ആപ്പുകൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ നിരവധി ആപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഈ ഒരു ആപ്പാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം, വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് സൈൻ ഇൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൽ നമ്മുടെ പ്ലാൻ യുവർ ജേണി എന്ന് കൊടുത്ത് നമ്മൾ ഒറിജിൻ സ്റ്റേഷനിൽ നമ്മൾ കയറുന്ന സ്റ്റേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് പട്ടേൽ ചൗക്കാണ്. പട്ടേൽ ചൗക്ക് യെല്ലോ ലൈനാണ്. ആ പട്ടേൽ ചൗക്ക് സ്റ്റേഷൻ കൊടുത്തു. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ നമ്മളിപ്പോൾ ഹുമയൂൺ ടോംബ് നമ്മൾ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹുമയൂൺ ടോംബിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ ഏതാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. JLN സ്റ്റേഡിയം ആണ് ഹുമയൂൺ ടോംബിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് വയലറ്റ് ലൈനാണ്. ഇവിടുന്ന് നമ്മൾ വ്യൂ റൂട്ട് കൊടുക്കുന്നു. വ്യൂ റൂട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് കാണുന്നത്. ഇത് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നേരെ താഴേക്ക് എടുക്കുക. താഴേക്ക് എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും എത്രയാണ് റേറ്റ്. ആദ്യം മുകളിൽ ഫെയർ കൊടുത്തിട്ടുണ്ട്, 11 രൂപയാണ് ഫെയർ. അത് കഴിഞ്ഞാൽ സ്റ്റേഷൻ എത്ര സ്റ്റേഷൻ ഉണ്ട്, 4 സ്റ്റേഷൻ. ഇൻ്റർചേഞ്ച് ഉണ്ടോ, അതാണ് നമ്മൾ ഒരു ലൈനിൽ നിന്ന് മാറി മറ്റൊരു ലൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഉണ്ട്. ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പട്ടേൽ ചൗക്കിൽ നിന്ന് കയറി ഇവിടെ ടുവാർഡ്സ് കാണിക്കുന്നതാണ് മില്ലേനിയം സിറ്റി സെൻറ്റർ ഗുരുഗ്രാം. നമ്മൾ പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ 2 ഭാഗത്തേക്കും മെട്രോ പോകുന്നുണ്ടാവും. ഒരു ഭാഗത്ത് വരുന്നുണ്ട്, മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഇപ്പോൾ ഹുമയൂൺ ടോംബ് കാണാൻ പോകുമ്പോൾ നമ്മൾ പട്ടേൽ ചൗക്കിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ കയറേണ്ടത് മില്ലേനിയം സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് വരുന്ന മെട്രോ കയറുക. യെല്ലോ ലൈൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതിൽ നിന്ന് കയറി നേരെ പട്ടേൽ ചൗക്കിൽ നിന്ന് കയറി ഒറ്റ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. അവിടുന്ന് കയറി അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ്, അവിടെ നിന്നാണ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്നു. യെല്ലോ ലൈനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നടന്നിട്ട് നേരെ വയലറ്റ് ലൈനിലേക്ക് പോകുന്നു. വയലറ്റ് ലൈനിലേക്ക് നമ്മുടെ അവിടെ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേഷനിലും ഈ ലൈനുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് കളർ വൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോർഡ് കൊടുത്തിട്ടുണ്ട് യെല്ലോ ലൈൻ എവിടെയാണ്. ചിലപ്പോൾ അത് താഴെയായിരിക്കും, അണ്ടർഗ്രൗണ്ടിൽ വീണ്ടും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ചിലപ്പോൾ മുകളിലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഏത് ലൈനിലാണ് നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈന് ഉള്ള പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മളിപ്പോൾ വയലറ്റ് ലൈൻ കണ്ടെത്തി. അങ്ങനെ വയലറ്റ് ലൈനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 അവിടെ നമ്മൾ പോകേണ്ടത് രാജാനഗർ സിംഗ് ടുവാർഡ്സ് ആ ഭാഗത്തേക്ക്, രാജാനഗർ സിംഗ് ഭാഗത്തേക്കാണ് നമ്മൾ കയറേണ്ടത്. ആ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് കയറേണ്ടത്. നേരെ തിരിച്ചുള്ള ട്രെയിനിലേക്ക് കയറിയത്. ഇവിടെ നമ്മൾ ഷോ 1 സ്റ്റേഷൻ എന്ന് കാണുന്നുണ്ട്, ആ സ്റ്റേഷനാണത്. അപ്പോൾ നമ്മൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് അവിടെ നിന്ന് വയലറ്റ് ലൈനിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഖാൻ മാർക്കറ്റ് അടുത്ത സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേഷനാണ് JLN സ്റ്റേഡിയം. ആ JLN സ്റ്റേഡിയം ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരമേ എങ്ങോട്ടുള്ളൂ, ഹുമയൂൺ ടോംബിലേക്കുള്ളൂ. ഇങ്ങനെ നമുക്ക് മറ്റേതെങ്കിലും ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകണം, ഇപ്പോൾ റെഡ് ഫോർട്ട് പോകണം. അപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ നമ്മളിപ്പോൾ ചാന്ദിനി ചൗക്ക് കൊടുക്കുന്നു. ചാന്ദിനി ചൗക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ചാന്ദിനി ചൗക്ക് യെല്ലോ ലൈൻ തന്നെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ഇല്ല അവിടെ. അപ്പോൾ നമ്മൾ നേരെ ഇത് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ പട്ടേൽ ചൗക്കിൽ നിന്ന് കയറി സമയപൂർ ബദലി ഭാഗത്തേക്ക്, അവിടെ നമ്മൾ ഈ ടുവാർഡ്സ് നമ്മൾ നോക്കണം. ടോട്ടൽ ഇതാണ് 11 രൂപ തന്നെയാണ് സ്റ്റേഷൻ നമ്മുടെ ടിക്കറ്റ് ഫെയർ. അത് നമ്മൾ അവിടുന്ന് എടുത്ത് നമ്മുടെ കോയിൻസ് വാങ്ങണം. അതിൻ്റെ 5 സ്റ്റേഷനുണ്ട്. സമയപൂർ ബദലി ഭാഗത്തേക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 2 നിന്നാണ് പ്ലാറ്റ്ഫോം നമ്പർ കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 സ്റ്റേഷനുണ്ട്. നമ്മൾ അതിൽ ഈ 2 സ്റ്റേഷൻ്റെ ഇടയിൽ അതേ പട്ടേൽ ചൗക്കിൽ നിന്ന് കയറിയ രാജീവ് ചൗക്ക് ഉണ്ട്, ന്യൂഡൽഹി ഉണ്ട്, ചൗരി ബസാർ കഴിഞ്ഞാൽ ചാന്ദിനി ചൗക്ക്. ചാന്ദിനി ചൗക്കിൽ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് റെഡ് ഫോർട്ടിലേക്ക് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതല്ല, നമ്മൾ കുത്തബ് മിനാർ ഭാഗത്തേക്കാണ് പോകുന്നത്. കുത്തബ് മിനാർ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുത്തബ് മിനാർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കുത്തബ് മിനാർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ തന്നെയുണ്ട്. ആ കുത്തബ് മിനാർ എടുക്കുക, നേരെ കൊടുക്കുന്നു. ഇത് ഈ പറഞ്ഞ പോലെ യെല്ലോ ലൈൻ തന്നെയാണ്. 33 രൂപയാണ്. കുറച്ച് ദൂരെ ഉള്ളത് കുത്തബ് മിനാറാണ്. അതായത് നമ്മൾ
നമ്മുടെ കേരള ഹൗസിൽ നിന്ന് താമസിക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം വരുന്നത് കുത്തബ് മീനാറാണ്. അപ്പോൾ ഈ കുത്തബ് മീനാറിലേക്ക് പോകുമ്പോൾ നമ്മളിതാ പട്ടേൽ ചോക്കിൽ നിന്ന് കയറുന്നു. മില്ലേനിയം സിറ്റി സെൻറ്റർ ഭാഗത്തേക്കുള്ള ട്രെയിനാണ് നമ്മൾ കയറേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് അവിടെ നമ്മൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഉദ്योग ഭവൻ, ലോക് കല്യാൺ മാർഗ്, ജോർബാഗ്, ദില്ലി ഹാത്ത്, ഈ ഇത്രയും സ്റ്റേഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ 12 സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് കുത്തബ് മീനാർ സ്റ്റേഷനെത്തും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഡൽഹി മെട്രോയുടെ ആപ്പ് നമ്മൾ എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഡൽഹിയിലെ ഓരോ സ്ഥലങ്ങളും കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് ഡൽഹിയിൽ നിന്ന് ആഗ്ര പോയി വരുന്നതിന് രാവിലെ വളരെ നേരത്തെ ശതാബ്ദിയും അതുപോലെ വന്ദേ ഭാരതും ഒക്കെ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ഉണ്ട്. 8 മണിക്ക് ഗതിമാൻ എക്സ്പ്രസ് ഉണ്ട്. പക്ഷേ ഈ 3 ട്രെയിനുകൾക്കും അത്യാവശ്യം ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ഏകദേശം ഒരാൾക്ക് 600 രൂപയ്ക്ക് അടുത്ത് ടിക്കറ്റ് റേറ്റ് വരും. ഇതല്ലാതെ സമത എക്സ്പ്രസ് അതുപോലെ സ്വർണ്ണ ജയന്തി പോലുള്ള ട്രെയിനുകളുണ്ട് രാവിലെ ആഗ്രയിലേക്ക് പോകാൻ. അത് ഏകദേശം സ്ലീപ്പറിന് 150 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരിക. ഏകദേശം 1.5-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ആഗ്ര എത്താം. ആഗ്രയിൽ നമുക്ക് ആഗ്ര താജ്മഹലും അതുപോലെ ആഗ്ര ഫോർട്ടും സമയമുള്ളവർക്ക് അതുപോലെ ഫത്തേപൂർ സിക്രിയൊക്കെ പോയി കണ്ടിട്ട് വൈകുന്നേരം തിരിച്ച് ഡൽഹിയിലേക്ക് വരാം. അതല്ല ഇനി ആഗ്രയിൽ ഹാൾട്ട് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ വളരെ ചീപ്പായിട്ട് റൂം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് റൂം എടുത്തിട്ട് ഫത്തേപൂർ സിക്രിയൊക്കെ കണ്ടിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് വരാം. ഇനി അതുകൂടാതെ മധുരയെ കൂടി കാണണമെന്നുള്ളവർക്ക് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ തിരിച്ച് മധുര ഇറങ്ങിയാൽ അങ്ങോട്ട് പോകുമ്പോഴോ തിരിച്ച് വരുമ്പോഴോ മധുര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് മധുരയും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ തിരിച്ച് നമുക്ക് നാട്ടിലേക്കും ഇതേപോലെ തന്നെ ട്രെയിനുകളുണ്ട്. അതും ഈ റേറ്റിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഡൽഹിയിൽ പോയാൽ എന്തൊക്കെ സ്ഥലം കാണണമെന്നും ഡൽഹി മെട്രോയുടെ ആപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ താമസിക്കണമെന്നൊക്കെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോകളും അടുത്ത കാഴ്ചകളുമായി പുതുവർഷത്തിൽ കാണാം.